ഫിസിക്സ് ടിപ്സിലേക്ക് സ്വാഗതം. ഫിസിക്സിൽ കൊടുങ്കാറ്റിന് വല്ല സ്ഥാനമുണ്ടോ? നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. ശക്തമായ ഒരു കൊടുങ്കാറ്റുള്ളപ്പോൾ കുടിലുകളിലും ലൂസ് ഹോംസിലും ഒക്കെ താമസിക്കുന്നവർ വാതിലും ജനലൊക്കെ തുറന്നിടണം എന്നുള്ളൊരു ചൊല്ലുണ്ട്. എന്താ കാരണം എന്നറിയോ? നമ്മൾ 11ാം ക്ലാസ്സിലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നൊരു ചാപ്റ്ററിൽ ബെർണോളിസ് പ്രിൻസിപ്പിൾ പഠിക്കുന്നുണ്ട്. ആ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് മൂവ്മെന്റ് ഉള്ള ഒരു ഫ്ലൂയിഡിൽ, അതായത് എയറോ വെള്ളമോ രണ്ടും നമുക്ക് ഫ്ലൂയിഡ് ആണല്ലോ, കോമൺലി ഗ്യാസ് ആൻഡ് ലിക്വിഡ്സ്, ഈ ഫ്ലൂയിഡ്സിന്റെ ടോട്ടൽ എനർജി വിൽ ബി ഓൾവേസ് എ കോൺസ്റ്റന്റ്. പ്രഷറും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കണം. ശക്തമായ കാറ്റുള്ള സമയത്ത് കാറ്റിന്റെ വേഗത വളരെ കൂടുതലായിരിക്കുമല്ലോ, അതുകൊണ്ട് കൈനറ്റിക് എനർജി കൂടുതലാണ്. ആ സമയത്ത് ആ കാറ്റിന്റെ പ്രഷർ വളരെ കുറവായിരിക്കും. വീടകം നമ്മൾ അടിച്ചുപൂട്ടിയിരുന്നാൽ വീട്ടിനകത്തുള്ള എയറിന്റെ പ്രഷർ വളരെ കൂടുതലായിരിക്കും. ഈ പ്രഷറിന് എപ്പോഴും ഡിഫറൻസ് ഉള്ളത് കാരണം എയറിന്റെ ടെൻഡൻസി വീട്ടിന്റെ അകത്തു നിന്നും പുറത്തേക്ക് പോകുക എന്നുള്ളതായിരിക്കും. എവിടെ ലൂസ് ആയിട്ടുള്ള ഓപ്പണിങ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ലൂസ് കണക്ഷൻ ഉണ്ടോ, ജനലുകളോ വാതിലുകളോ ഈവൻ റൂഫ് പോലും ലൂസ്ലി ബോണ്ട് ആണെങ്കിൽ ശക്തമായ ഈ പ്രഷർ ഡിഫറൻസ് കാരണം കാറ്റ് പുറത്തേക്ക് തള്ളാൻ ശ്രമിക്കുകയും ഈ റൂഫ് പാറിപ്പോവുകയും ചെയ്യും. വാതിൽ തുറന്നിട്ടാലോ അകത്തും പുറത്തുള്ള എയറിന് ഒരേ പ്രഷറായിരിക്കും, പ്രഷർ ഡിഫറൻസ് ഉണ്ടാവില്ല. നമ്മളെ വീട് സുരക്ഷിതമായിരിക്കും കൊടുങ്കാറ്റിൽ. ഇതാണ് കൊടുങ്കാറ്റിലെ ഫിസിക്സ്. ഈ ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നീറ്റിലെ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് 4 മാർക്ക് ഉറപ്പാക്കാം. എംടീസ് അക്കാഡമിയിലെ സൂപ്പർ സ്മാഷ് ക്രാഷ് കോഴ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളോടൊപ്പം ചേരൂ. കൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് അതുമായിട്ട് വരുന്ന എല്ലാ ചോദ്യത്തിനും നിങ്ങൾക്ക് മാർക്ക് ഉറപ്പുവരുത്താം. ഈ വരുന്ന നീറ്റ് എക്സാമിന് ഓൾ ഇന്ത്യ ലെവലിലെ പ്രമുഖ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ റാങ്ക് നേടാൻ നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം. സ്റ്റേ ട്യൂൺഡ്. See you with the new updates. Thank you for watching. Emtees Academy.